ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കാൻ വന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ വീട്ടുകാരുടെ പ്രതിഷേധം. വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുഴയോരത്തെ പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികളുമായാണ് അധികൃതർ എത്തിയത്. ആദ്യത്തെ തവണ ഇത് അടച്ചുപൂട്ടാൻ വന്നപ്പോൾ പറഞ്ഞത് ഇവരെ പുനരധിവസിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യുകയുള്ളതാണ് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ കൂടുതൽ ദിവസമൊന്നും ആവശ്യപ്പെടാനുള്ള ഒരാഴ്ച സമയം, 10 ദിവസം സമയം ഇവരെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി ഇന്ന് പഞ്ചായത്ത് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കളക്ടറെ വിളിച്ചിട്ട് ഈ കാര്യം നിങ്ങൾ ആവശ്യപ്പെട്ട വിവരം പറയാം. ഞാൻ അറിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ നേരിട്ടൊന്ന് കാണാം അവിടുത്തെ സിറ്റുവേഷൻ. ആ ഒരു 85-90 വയസ്സായ ആ തള്ളനെ എങ്ങോട്ട് കൊണ്ടുപോകും? വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഈ ഒരു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഈ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതേപി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പന്നിയാർപുഴയുടെ തീരത്ത് താമസിക്കുന്ന 29ഓളം കുടുംബങ്ങളെയാണ് ഒഴിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ആദ്യം വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിക്കുന്നത്. ഈ പന്നിയാർപുഴയുടെ തീരത്ത് പ്രമുഖ ഭൂമി കയ്യേറി നിർമ്മിച്ച 88 കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായാണ് നിലവിലെ നടപടികൾ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇതേ ഉത്തരവിനെ തുടർന്ന് മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അധികൃതർ പൂട്ടി സീൽ ചെയ്തിരുന്നു. അന്ന് വലിയ പ്രതിഷേധങ്ങളും വലിയ സമരങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. എന്നാലും അധികൃതർ ഒന്നും വകവയ്ക്കാതെ പോലീസിന്റെ അകമ്പടിയോടെ തന്നെ കടകളെല്ലാം 88ഓളം കെട്ടിടങ്ങൾ പൂട്ടി സീൽ ചെയ്തിരുന്നു. തുടർന്ന് അതിന് സമീപത്തുള്ള 29ഓളം വീടുകളിൽ താമസിക്കുന്നവർക്ക് നേരത്തെ സമയം അനുവദിച്ചിരുന്നെങ്കിലും ഒഴിഞ്ഞു പോകാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്തിമ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുഴയോരത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞത്. ഇത് വലിയൊരു പ്രതിഷേധത്തിനും വലിയൊരു പ്രശ്നങ്ങൾക്കും വഴിതെളിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ പുഴയോരത്തെ ആളുകളെ ഒഴിപ്പിക്കാൻ അധികൃതർ എത്തിയതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ഏതായാലും പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും KCB ഉദ്യോഗസ്ഥരുമാണ് ഇന്ന് രാവിലെയോടെ സ്ഥലത്തെത്തിയത്. എന്നാൽ നടപടികൾ തടയാൻ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പ്രദേശവാസികൾ സംഘടിച്ചെത്തുകയായിരുന്നു. ക്രമസമാധാനം ഉറപ്പാക്കാൻ തന്നെ വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട്. ഏതായാലും ഇവിടെയുള്ള ആളുകൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 3 മാസത്തെ കാലാവധി അല്ലെങ്കിൽ ഇവരുടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു 3 മാസം സമയം അനുവദിച്ചായാണ് നമുക്ക് ഹൈക്കോടതിയിൽ ഇവർ വിധി സമ്പാദിച്ചെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും നാട്ടുകാരും തമ്മിൽ ചർച്ച നടത്തി വരികയാണ്. പുനരധിവാസം ഉറപ്പാക്കാതെ വീടുകളിൽ നിന്നും മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ ഇവിടെയുള്ളത്. ഏതായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. മേഖലയിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഏതായാലും 29 കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്നൊരു അമ്പരത്തിലാണ് ഈ കുടുംബങ്ങളുള്ളത്. കാരണം കുട്ടികളും മുതിർന്നവരും അതോടൊപ്പം തന്നെ രോഗികളും അടക്കമുള്ളവർ ഈ കുടുംബങ്ങളിൽ കഴിയുന്നു. കൂലിപ്പണി ചെയ്യുന്നവരാണ് നിരവധി ആളുകൾ. ഈ മേഖലയിലെ എല്ലാ ആളുകളും തന്നെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. നിലവിലൊരു പുനരധിവാസം പോലും ഉറപ്പാക്കാതെ തങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നടപടിക്ക് ഞങ്ങൾ വഴങ്ങില്ല. പുനരധിവാസം ഉറപ്പാക്കിയ ശേഷമായിരിക്കും ഞങ്ങൾ ഇവിടുന്ന് മാറുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ 29ഓളം കുടുംബങ്ങൾ നിലവിലുള്ളത്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവർക്ക് അനുകൂലമായി തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ചർച്ചകൾ നടത്തി വരുന്നു. ഏതായാലും എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് പിന്നീടായിരിക്കും അറിയാൻ സാധിക്കുക. ഏതായാലും ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ പോലീസിന്റെ വലിയ സാന്നിധ്യവും ഈ മേഖലയിലുണ്ട്. ശരി, എന്തായാലും ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കാൻ വന്ന ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് വീട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ തടഞ്ഞത്. ഇത് നാടകീയ രംഗങ്ങൾക്കടക്കം വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഇത്തരത്തിൽ പുഴയോരത്തെ പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികളുമായി അധികൃതർ എത്തിയത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.